നമസ്കാരം. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ അധിവസിക്കുന്നവരുടെ ദുരിതക്കാഴ്ചകൾ പലപ്പോഴായി ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ കള്ളക്കടൽ പ്രതിഭാസം നിരവധി മത്സ്യത്തൊഴിലാളികളെയാണ് ഭവനരഹിതർ ആക്കിയത്. ഇപ്പോൾ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം ക്യാമ്പുകളിലേക്ക് മാറ്റപ്പെട്ട സാഹചര്യമാണുള്ളത്. ഇന്നും ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. തിരമാലകൾ ഉയർന്നു പൊങ്ങുവാൻ സാധ്യതയുണ്ട് എന്നും ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. വാർത്താരംഭം തുടങ്ങുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. CPIM-നെതിരെ നിലപാട് ഘടിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച് കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് നാളെ ഹാജരാകണം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 നാൾ കൂടി. ഇന്ന് കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക നൽകും. പോസ്റ്റൽ വോട്ട് അപേക്ഷയ്ക്കുള്ള സമയം ഇന്ന് അവസാനിക്കും. അച്ചു ഉമ്മന് മുമ്പേ പ്രചാരണത്തിനിറങ്ങാൻ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ഇന്ന് കോട്ടയം കൂരോപ്പടിയിൽ പ്രചാരണത്തിനിറങ്ങും. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തും. പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിൽ. അമിത്ഷാ ഇന്ന് കർണാടകത്തിൽ. SDPI പിന്തുണയിൽ വെട്ടിലായി UDF. രാഷ്ട്രീയ ആയുധമാക്കാൻ CPIM-ഉം BJP-യും. വാഗ്ദാനം നൽകി കോൺഗ്രസ് SDPI-യെ പാട്ടിലാക്കിയെന്ന് MV ജയരാജൻ. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചൂട് കൂടുതൽ കൊല്ലം, പാലക്കാട് ജില്ലകളിൽ. തീരപ്രദേശങ്ങളിൽ ഇന്നും കടലാക്രമണത്തിന് സാധ്യത. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 1.5 മീറ്ററിന് മുകളിൽ തിരമാലകൾ ഉയർന്നേക്കും. മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. അപകടം തുടർച്ചയായ 3-ാം ദിവസം. 3 തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. ഡൽഹി മദ്യനയക്കേസിൽ സൗരഭ് ഭരദ്വാജിനെയും അതിഷി മെല്ലനെയും ലക്ഷ്യമിട്ട് ED. വിജയ് നായർ ബന്ധപ്പെട്ടിരുന്നത് ഇവരെന്ന് കെജ്രിവാൾ പറഞ്ഞതായി ED. കെജ്രിവാളിനെ CBI-യും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിൽ ഇസ്രായേൽ ആക്രമണം. മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. ഗാർഡ് കമാൻഡർ മുഹമ്മദ് റേസ സഹേദിയും കൊല്ലപ്പെട്ടതായി വിവരം. IPL-ൽ ഇന്ന് ഒരു മത്സരം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്താരംഭം ഇന്ന് ആദ്യം കടക്കുന്നത് കൊച്ചിയിലെ അധോലോകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഈ വാർത്ത ന്യൂസ് 18 കേരളം ആണ് പുറത്തു കൊണ്ടുവന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ വലിയ ചർച്ചയായ പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടികളിലേക്ക് കടക്കുന്നത്. കൊച്ചി അധോലോകത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്. പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18നോട് വെളിപ്പെടുത്തൽ നടത്തിയ ഇബ്രാഹിം കുട്ടിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ആലുവയിലെ വീട്ടിൽ എത്തിയാണ് ഇബ്രാഹിം കുട്ടിയിൽ നിന്നും വിവരങ്ങൾ തേടിയത്. ടോം കുര്യാക്കോസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോം, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് വലിയ തോതിൽ വിഷയം കേരളത്തിൽ തന്നെ ചർച്ചയായ സാഹചര്യമുണ്ടാകുന്നു. നമ്മുടെ അന്വേഷണ ഏജൻസികൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഗൗരവത്തോടെ ഈ വാർത്തയെ പിന്തുടരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തീർച്ചയായും. കാരണം ഈ കൊച്ചി അധോലോകത്തെക്കുറിച്ചും ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെ കുറിച്ചും അനസിന് ഒപ്പം ഉണ്ടായിരുന്ന ഔറംഗസേബ് എന്ന ഗുണ്ടാ നേതാവാണ് ന്യൂസ് 18നോട് ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് പെരുമ്പാവൂർ അനസിന്റെ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം സ്വർണം കടത്ത്, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഔറംഗസേബ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. മാത്രമല്ല
പെരുമ്പാവൂർ അനസ് വ്യാജരേഖകൾ തയ്യാറാക്കി പുതിയതായ പാസ്പോർട്ടിലൂടെ വിദേശത്തേക്ക് കടന്നതായിട്ടുള്ള വിവരങ്ങളും തെളിവുകൾ സഹിതം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഈ വിഷയങ്ങളൊക്കെ പുറത്തുവിടുമ്പോഴും നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഉണർന്നിട്ടില്ല എന്ന ആക്ഷേപം ഉയർത്തിയതാണ്. അതായത് അന്വേഷണ ഏജൻസികളുടെ നമ്മളിവിടുത്തെ സേനയുടെ വീഴ്ച, ഇന്റലിജൻസ് വീഴ്ച അടക്കം ഉണ്ടായി എന്ന് നമ്മൾ തുറന്നു പറഞ്ഞിരുന്നു. കാരണം പെരുമ്പാവൂർ അനസ് നാട് വിട്ടത്, കേരളം വിട്ടത് പോലും നമ്മുടെ അന്വേഷണ ഏജൻസികൾ അറിഞ്ഞിരുന്നില്ല. കൊലപാതക കേസിൽ, വധശ്രമ കേസിലടക്കം പ്രതിയായിട്ടുള്ള പെരുമ്പാവൂർ അനസിനെ പോലെ ഒരു ഗുണ്ടാത്തലവൻ നാട് വിട്ട കാര്യം ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടപ്പോഴാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ അറിഞ്ഞത്. ഇതേ തുടർന്ന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കഴിഞ്ഞ ആഴ്ച ഔറംഗസേബിനെ, അതായത് ന്യൂസ് 18 ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ ഔറംഗസേബിനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. പെരുമ്പാവൂർ അനസിൽ നിന്നും വിവരങ്ങൾ തേടിയിരുന്നു. 6 മണിക്കൂറിലധികമാണ് ഔറംഗസേബിൽ നിന്നും വിവരങ്ങൾ തേടിയത്. അതിന് പിന്നാലെയാണ് ഇബ്രാഹിം വലം കൈയായിരുന്ന ഇബ്രാഹിംകുട്ടിയുടെ ആലുവയിലുള്ള വീട്ടിലെത്തി ചോദ്യം ചെയ്തത്. ഏകദേശം ഈ അനസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മറ്റ് കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇബ്രാഹിംകുട്ടിയിൽ നിന്നും ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കൂടുതൽ പെരുമ്പാവൂർ അനസിനൊപ്പം ഉണ്ടായിരുന്ന കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ വിളിപ്പിച്ചേക്കുമെന്ന സൂചനകളുമുണ്ട്. കേരള പോലീസും, അതായത് കേരള പോലീസിന് കീഴിലുള്ള തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ആലുവ, കൊച്ചി പോലീസും ഈ വിഷയത്തില് ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ ദിവസം അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന നിഷിലും ഇട്ടനും, ഈ 2 പേരും കൂടുതൽ വെളിപ്പെടുത്തുക. അനസിന്റെ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട പങ്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസ്, തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസ്, ഈ 2 കേസുകളിലും പെരുമ്പാവൂർ അനസിന് പങ്കുണ്ട് എന്നായിരുന്നു ആ 2 കേസുകളുടെയും പ്രതികളായ ഇട്ടനും നിഷിനും തുറന്നു പറഞ്ഞിരുന്നത്. ഇട്ടൻ നിലവിൽ വിദേശത്താണ്, നിഷിൽ കൊച്ചി ആലുവയിൽ തന്നെ ഉണ്ട്. 2 പേരെയും ചിലപ്പോൾ ഒരുപക്ഷെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഔറംഗസേബിനെയും ഇബ്രാഹിംകുട്ടിയെയുമാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ ടോം, ഇവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. കൊട്ടേഷനുകൾ ഏറ്റെടുത്തിരുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള പ്രവൃത്തികളിലേക്ക് മാറുന്നു. സ്വർണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുങ്ങുന്ന സംഘങ്ങളിൽപ്പെട്ട ആളുകളെ പിടികൂടുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു, അതിന് കമ്മീഷൻ കൈപ്പറ്റുന്നു. അങ്ങനെ ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിശദമായൊരു റിപ്പോർട്ടാണ് നമ്മൾ നൽകിയത്. ഇപ്പോൾ ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അടക്കം ചോദ്യം ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൗരവമേറിയ സൂചനകൾ ഇവർക്ക് ലഭിച്ചതായി അറിയാമോ? അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ പോലും അട്ടിമറിക്കുന്ന രീതിയിലുള്ള സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ കേസാണ് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടത്. കാരണം കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ കാലാകാലങ്ങളായിട്ടുള്ളതാണ്. പെരുമ്പാവൂർ അനസ് മാത്രമല്ല, മറ്റ് മരട് അനീഷിനെ പോലെയൊക്കെ, തമ്മനം ഫൈസല്, ഭായി നസീറിനെ പോലുള്ള ഗുണ്ടാ തലവന്മാരുടെ നേതൃത്വത്തിൽ മുൻപ് മുതലേ കാലാകാലങ്ങളായി ഈ രീതിയിലുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഉള്ളതാണ്. ഇവരുടെ ഒരു ഓപ്പറേഷൻ, ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങളുടെ രീതി പോലും ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഗൗരവമായി കാണേണ്ടത് ഈ സ്വർണം പൊട്ടിക്കൽ കേസാണ്. ഈ സമീപകാലത്താണ്, അതായത് കഴിഞ്ഞ 2-3 വർഷത്തിനിടയിലാണ് കൊടുവള്ളി കേന്ദ്രീകരിച്ചടക്കം ഈ സ്വർണം പൊട്ടിക്കൽ വളരെ സജീവമാകുന്നത്. ഈ കൊടുവള്ളി സംഘങ്ങളുമായി പെരുമ്പാവൂർ അനസിന് ബന്ധമുണ്ടെന്നും ആ രീതിയിൽ വലിയ രീതിയിൽ സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത് കേസുകളിലൊക്കെ അനസിന് പങ്കുണ്ടെന്ന വിവരം അനസിന്റെ സംഘങ്ങൾ തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഈ കേസുകളിലൊക്കെ അനസ് പ്രതിയല്ല. അതുകൊണ്ട് തന്നെ അനസിനെ ഈ കേസുകളിലും പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരള പോലീസ് പരിശോധിക്കുന്നത്. കാരണം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസ് ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസും ഈ സ്വർണം പൊട്ടിക്കലിന്റെ ഭാഗമായിട്ടിരുന്നു. അതോടൊപ്പം ഈ കൊടുവള്ളി സംഘത്തിന്റെ കീഴിലുള്ള ഈ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഈ രാമനാട്ടുകരയിൽ ഉണ്ടായ വാഹനാപകടം, ആ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത് അനസിന്റെ സംഘങ്ങളായിരുന്നു എന്നാണ് അനസിനൊപ്പം ഉണ്ടായിരുന്ന ഔറംഗസേബും നിഷിനും ഇബ്രാഹിംകുട്ടിയും വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുകളിലേക്കും അനസിന്റെ പങ്ക് സംബന്ധിച്ചുള്ള അന്വേഷണം നീങ്ങുന്നത്. നിലവില് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് മാത്രമാണ് ഇതിന്റെ ഒരു പ്രാരംഭ നടപടികൾ, അന്വേഷണത്തിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഉള്ളതെങ്കിൽ മറ്റ് സേനകൾ, അതായത് പോലീസ്, അതോടൊപ്പം ദേശീയ ഏജൻസികളും ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്.
കേന്ദ്ര ഇന്റലിജൻസ് ഈ കേസുമായി, അതായത് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിന് പിന്നാലെ പെരുമ്പാവൂർ അനസിന്റെയും കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ കൃത്യമായും നിരീക്ഷിക്കുകയാണ്. അനസ് വ്യാജരേഖകൾ തയ്യാറാക്കി പുതിയ പാസ്പോർട്ടിലൂടെയും വിദേശത്തേക്ക് കടന്ന കാര്യമാണ് ഏറെ ഗൗരവത്തോടു കൂടി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലായിരിക്കും അനസിന്റെ പാസ്പോർട്ട് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളെ കുറിച്ച് നിലവിൽ ആലോചിക്കുന്നുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുകയാണ്. അതോടൊപ്പം അഭിലാഷ് ചോദിച്ചതുപോലെ, കാരണം ഇത് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാധാരണ രീതിയിലുള്ള കൊച്ചിയിലെ ഒരു ഗുണ്ടാ പ്രവർത്തനത്തിന് അപ്പുറം മറ്റ് നിയമവിരുദ്ധമായിട്ടുള്ള നിരവധി നടപടികൾ, ഇടപാടുകൾ ഇവർ നടത്തുന്നുണ്ട്. ലഹരി ഇടപാടുകൾ, സ്പിരിറ്റ് കടത്ത്, അതോടൊപ്പം സ്വർണ്ണക്കടത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ടത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികൾ മാത്രമല്ല കേന്ദ്ര ഏജൻസികളും ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. തീർച്ചയായും ടോം സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ നൽകിയ വാർത്തകളിൽ കൃത്യമായ ആധികാരികമായി നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇൻപുട്ടുകളാണ് നമ്മൾ പ്രേക്ഷകർക്ക് നൽകിയത്. ഒരുപക്ഷെ ഇത്തരം ഗുണ്ടാ സംഘങ്ങൾ നിരവധി ഉണ്ടാകാം കേരളത്തിൽ. കേരളം സമാധാനത്തിൻ്റെ നാടാണ് എന്ന് പറയുമ്പോൾ, സുരക്ഷാ വിഷയങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് എന്ന് പറയുമ്പോൾ, ഇത്തരം ഈ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള പല കേസുകളും നിയമത്തിന് മുന്നിലേക്ക് എത്താറില്ല, അന്വേഷണ സംഘത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെടാറില്ല എന്നതും വസ്തുതയാണ്. അപ്പോൾ കൂടുതൽ സംഘങ്ങൾ ഈ തരത്തിലുണ്ടോ? അങ്ങനെ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അഭിലാഷ്, ഈ സ്വർണം പൊട്ടിക്കലിനെ കുറിച്ച് പെരുമ്പാവൂർ അനസിന്റെ ഒപ്പം ഉണ്ടായിരുന്നവർ തന്നെ വളരെ തുറന്നു പറഞ്ഞ കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകാത്തതെന്ന്. കാരണം ഇത്തരം കേസുകളിൽ പരാതിക്കാർ മുന്നോട്ട് വരാറില്ല. അതായത് ആക്രമണത്തിന് ഇരകളാകുന്നവർ പരാതിയുമായി പോലീസിനെയോ മറ്റ് ഏജൻസികളെ സമീപിക്കാറില്ല. സ്വർണ്ണക്കടത്ത് തന്നെ അത് നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടാണ്. സ്വാഭാവികമായും ആ നിയമവിരുദ്ധമായി രാജ്യത്തെത്തിക്കുന്ന സ്വർണം അത് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു രീതി പോലും സ്വാഭാവികമായും അതിനൊരു കമ്മീഷനാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് 20% കമ്മീഷൻ ലഭിക്കുന്നു. അത് ഈ സ്വർണം പൊട്ടിക്കുന്നവർ വീതിച്ചെടുക്കുന്നു. അങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. പലപ്പോഴും പരാതികളോ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമോ ഉണ്ടാകാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ട് പരാതിയും അന്വേഷണവും ഉണ്ടായെന്ന് ചോദിച്ചാൽ, അവിടെ ആളുമാറിയുള്ള തട്ടിക്കൊണ്ടുപോകലാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കാരണം സ്വർണം കടത്തി ഇവിടെ കൃത്യമായും വിദേശത്തു നിന്നും ഒരാൾ സ്വർണം കടത്തിക്കൊണ്ടുവരുമ്പോൾ ഇവിടെ സ്വർണം പൊട്ടിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് വിദേശത്തു നിന്നുള്ള ആ സ്വർണ്ണക്കടത്ത് സംഘം വിവരങ്ങൾ കൈമാറും. ആരാണ് സ്വർണം കൊണ്ടുവരുന്നത് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറും. അങ്ങനെ ആളുമാറിയാണ് തിരുവനന്തപുരത്തും നെടുമ്പാശ്ശേരിയും തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായത്. പിന്നീട് അവരെ മർദ്ദിച്ച ശേഷം മോചിപ്പിക്കുന്നു. ആ ആക്രമണത്തിന് ഇരകളായവരാണ് പോലീസിനെ പരാതിയുമായി സമീപിക്കുന്നത്. അവിടെയാണ് ഈ സ്വർണം പൊട്ടിക്കൽ സംസ്ഥാനത്ത് വ്യാപകമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രാമനാട്ടുകരയിലെ അപകടത്തെ തുടർന്നാണ്, 5 പേർ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് വ്യാപകമായ രീതിയിൽ സ്വർണം പൊട്ടിക്കൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, കാസർഗോഡും മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലെ നിരവധി യുവാക്കൾ ആക്രമണത്തിന് ഇരകളായിരുന്നു. കാരണം ഈ സ്വർണം പൊട്ടിക്കലിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കബളിപ്പിക്കൽ, ഈ സംഘങ്ങളിൽ തന്നെ വലിയ ചതിയും വഞ്ചനയും ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് സ്വർണം കടത്തിക്കൊണ്ടുവന്നവരെ പിന്നീട് തട്ടിക്കൊണ്ടുപോവുകയും നിരവധി കൊലപാതകങ്ങൾ, നിരവധി ആക്രമണ കേസുകൾ ഈ സമീപകാലത്ത് മാത്രം റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പെരുമ്പാവൂർ അനസ് കേന്ദ്രീകരിച്ച് മാത്രമല്ല, കൊച്ചി കേന്ദ്രീകരിച്ച് മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഇപ്പോൾ ഈ സ്വർണ്ണ പൊട്ടിക്കലിലേക്കും സ്വർണം കടത്തിലേക്കും അവരുടെ പ്രവർത്തന രീതി മാറ്റിയിരിക്കുന്നു എന്നുള്ളത്. കാരണം ഇതിൽ വലിയ രീതിയിലുള്ള ഒരു ലാഭം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഒരു 20% ആണ് ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇതിന്റെ വിഹിതം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിൽ അവരുടെ പ്രവർത്തന രീതി പോലും മാറുന്നത്. സ്വാഭാവികമായും ഇത് പരാതികളില്ല. നമുക്ക് നിലവിൽ ഇത്തരം അപകടങ്ങളും തട്ടിക്കൊണ്ടുപോകലിനെ തുടർന്നുള്ള കൊലപാതകവും ആളുമാറിയുള്ള തട്ടിക്കൊണ്ടുപോകലും നടക്കുമ്പോൾ മാത്രമാണ് ഇത് പരാതിയും പോലീസിന്റെ അന്വേഷണവും നടക്കുന്നതും. അഭിലാഷ്, കൊച്ചി അധോലോകത്തെ സംബന്ധിച്ച വാർത്ത ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. വ്യാപകമായി കൊട്ടേഷൻ സംഘങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ, ഒപ്പം സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള അനധികൃത ഇടപാടുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആയിരുന്നു രേഖകളുടെ അടിസ്ഥാനത്തിൽ ന്യൂസ് 18 പങ്കുവച്ചത്. ആ വിഷയത്തിൽ ആണിപ്പോൾ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകുന്നത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അടക്കം ഈ സംഘാംഗങ്ങളെ ചോദ്യം ചെയ്ത് വരികയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ടോം കുര്യാക്കോസ് നൽകിയത്. വാർത്താരംഭം ഇനി മറ്റ് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ,
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം എന്നുകൂടി തന്നെ പറയാവുന്ന ഒന്നായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിയുടെ നടപടി. ഇഡി ഒരു അന്വേഷണ ഏജൻസിയാണ് എങ്കിൽ പോലും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന വിമർശനം നിലനിൽക്കുകയാണ്. പക്ഷേ കരുവന്നൂരിൽ ബാങ്ക് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സർക്കാർ സംവിധാനങ്ങൾ തന്നെ അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPIM കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കൂടുതൽ CPIM നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് നീക്കം. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡാനി പോൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, കരുവന്നൂർ ബാങ്കിൽ മാത്രം 5 രഹസ്യ അക്കൗണ്ടുകൾ CPIMനുണ്ട്. മറ്റു പല സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകൾ CPIM കൊണ്ടു നടക്കുന്നു എന്നുകൂടിയാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇക്കാര്യം അറിയിച്ചുകൊണ്ട് റിസർവ് ബാങ്കിനും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ED കത്തയച്ചതായും അറിയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമല്ലേ CPIMൻ്റേത്? അഭിലാഷ്, നിലവിൽ അത് തന്നെയാണ്. കാരണം കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നു. ഇത്തരം വാർത്തകൾ, അതായത് റിപ്പോർട്ട് നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ MM വർഗീസിന് നോട്ടീസ് നൽകുന്നത്. ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. നാളെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് കൊച്ചിയിലെ ED ഓഫീസിൽ എത്തേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേരിലേക്ക് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകൾ വരുമ്പോൾ തന്നെയാണ് ഈ നടപടികളിലേക്കടക്കം കടന്നിരിക്കുന്നത്. നിലവിൽ MM വർഗീസിനെ 4 തവണ ഇതുമായി ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ കൂടുതൽ സഹകരണ ബാങ്കുകളിൽ, പ്രത്യേകിച്ച് തൃശൂർ കേന്ദ്രീകരിച്ചുള്ള സഹകരണ ബാങ്കുകളിൽ ഈ രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലുകൾ പോകുന്നു. അതിന് പ്രാഥമികമായ രീതിയിലുള്ള വിവരങ്ങൾ ഇഡിക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നത്. അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. നാളെ MM വർഗീസ് വരുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ പാർട്ടിയോട് അത്തരം കാര്യങ്ങൾ കൂടുതൽ ആലോചിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കുമെന്ന രീതിയിലാണ് MM വർഗീസിന്റെ പ്രതികരണം അടക്കം ഇന്നലെ വന്നിരിക്കുകയും ചെയ്തത്. എന്തായാലും അന്വേഷണം കൂടുതൽ ശക്തമാകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് നിലവിലുള്ളത്. അഭിലാഷ്, ഇപ്പോൾ MK കണ്ണനെ പോലെയുള്ളവരുടെ പ്രതികരണങ്ങൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. MK കണ്ണൻ നമുക്കറിയാം, നേരത്തെ സംശയ നിഴലിൽ ആയിട്ടുള്ള ആളാണ്. ഇപ്പോഴും ആ സംശയ നിഴലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊക്കെ രാഷ്ട്രീയമായ നീക്കങ്ങൾ ആണ്. ഒരു മുഖ്യമന്ത്രിയെ തന്നെ ED അറസ്റ്റ് ചെയ്തില്ലേ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ കൂടുതൽ നേതാക്കൾക്ക്, സംസ്ഥാന നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ ഇനി മറുപടിയുമായി രംഗത്തെത്തേണ്ട സാഹചര്യത്തിലേക്കാണോ എത്തുന്നത് ഡാനി? ഉറപ്പായും അത് തന്നെയാണ് അഭിലാഷ്. കാരണം ഇതിൽ പ്രതികരണത്തിന് നിർബന്ധിതരാകേണ്ടിയിരിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ തീർത്തും പരിമിതമായ രീതിയിലുള്ള പ്രതികരണങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. വളരെ തികച്ചും പ്രതികരിക്കേണ്ട അവസരങ്ങളിൽ വളരെ മിതമായ രീതിയിൽ മാത്രമുള്ളൊരു പ്രതികരണങ്ങൾ ഉണ്ടായുള്ളൂ. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചത്. അത് ഈ അറസ്റ്റും കാര്യങ്ങളും എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടും കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ ഭയപ്പെടേണ്ടതില്ല. ഇതിൽ ഇഡിയുടെ ചില നിലപാടുകൾ, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്ന രീതിയിലെല്ലാം വരുന്ന രീതിയിൽ തന്നെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കാമ്പുള്ള രീതിയിലേക്ക് പ്രതികരിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് എല്ലാം തന്നെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. ഇതിൽ എന്താണ്, ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് കരുവന്നൂർ സംബന്ധിയായ വിഷയത്തിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അരവിന്ദാക്ഷൻ അടക്കമുള്ള CPM നേതാക്കൾ ബന്ധപ്പെട്ട അറസ്റ്റിലായിരുന്നൊരു ഘട്ടമുണ്ട്. നിരവധിയായ ആളുകൾ ചോദ്യം ചെയ്യലിനെ നേരിടുന്നു. അതോടൊപ്പം തന്നെ കൗൺസിലർമാർ, CPMന്റെ തന്നെയാണ് കൗൺസിലർമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതിൽ കാര്യങ്ങൾ ബന്ധപ്പെട്ട് വശപ്പെട്ട് വിശദീകരിക്കുക എന്നതിനേക്കാൾ അപ്പുറം ഇതിനെ ഏത് രീതിയിലാണ് പ്രതിരോധിക്കേണ്ടത് എന്ന രീതിയിലേക്കാണ് CPM പോകുന്നത്. കൂടുതൽ നേതാക്കൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിലേക്ക് വിശദീകരണത്തിന് തയ്യാറാകേണ്ടി വരും
പോകുന്ന ഒരു ഘട്ടമാണ്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രീതിയുടെ നീക്കം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അത്ര അധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ ആഴം വളരെ വലുതാണ് എന്ന് തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഇഡി തന്നെ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഏതാണ്ട് 100 കോടിയോളം രൂപയുടെ തിരിമറികൾ നടന്നിട്ടുണ്ട്. അത് പലതും പല ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് സംശയാസ്പദമാണ്. കള്ളപ്പണം അടക്കം ഇത്തരം കാര്യങ്ങളിൽ വന്നിട്ടുണ്ട് എന്നതടക്കം വ്യാജ ലോണുകൾക്ക് പുറമെ മറ്റിടപാടുകൾ കൂടി ഉണ്ട് എന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിരീക്ഷണം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇന്നലെ മുഖ്യമന്ത്രിയോട് തന്നെ മാധ്യമപ്രവർത്തകർ ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം മറുപടി നൽകാതെ മാറുകയാണുണ്ടായത്. തൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ സമയം അവസാനിച്ചു. ഇനി ചോദ്യങ്ങൾക്ക് താൻ മറുപടി നൽകിയില്ല എന്ന് പറയാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ CPIMനെ ലക്ഷ്യം വെക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഡൽഹി മദ്യനയ കേസിൽ മന്ത്രിമാരായ സൗരഭ് ഭരദ്വാജിനെയും അതിഷി മെല്ലനെയും ലക്ഷ്യമിട്ട് ED കേസിൽ അറസ്റ്റിലായ വിജയ് നായർ ഇവരുമായാണ് ബന്ധപ്പെട്ടിരുന്നത് എന്ന് കെജ്രിവാൾ പറഞ്ഞതായി ED കോടതിയെ അറിയിച്ചു. കെജ്രിവാളിനെ CBIയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. ER രാഗേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാഗേഷ്, ഈ പറയുന്ന 2 നേതാക്കൾ അവർ AAPയുടെ നേതാക്കളാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് ആയിരുന്നല്ലോ വിജയ് നായർ. അപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് കൂടുതൽ വിജയ് നായരുമായി ബന്ധപ്പെടേണ്ടി വരില്ലേ? അതിനെ ഈ അഴിമതിയുമായി എങ്ങനെയാണ് ED ബന്ധപ്പെടുത്തുന്നത്? അഭിലാഷ്, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതോടെ തിഹാർ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. ഇന്നലെ വൈകിട്ട് 4:45 കൂടിയാണ് കെജ്രിവാളിനെ തിഹാർ 2ാം നമ്പർ ജയിലിൽ എത്തിച്ചിട്ടുള്ളത്. ഏതായാലും ജയിലിലെ 670 അരവിന്ദ് കെജ്രിവാളിൻ്റെ നമ്പർ. ഒപ്പം തന്നെ 5 സന്ദർശകർക്കും അനുമതി നൽകിയിട്ടുണ്ട്. കെജ്രിവാളിൻ്റെ ഭാര്യ, ഒപ്പം തന്നെ 2 മക്കൾ, പ്രൈവറ്റ് സെക്രട്ടറി ബിബവ് കുമാർ, രാജ്യസഭാ MPയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് പഥക്, ഇവർക്ക് കെജ്രിവാളിനെ സന്ദർശിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ED ചില നീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട്. ഇന്നലെ കോടതിയിൽ ED വ്യക്തമാക്കിയ കാര്യം കെജ്രിവാൾ മറ്റ് 2 പേരുടെ പേരുകൾ കൂടി പരാമർശിച്ചു എന്നാണ്. അതായത് നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ്, ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായ വിജയ് നായർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് സൗരഭ് ഭരദ്വാജുമായും മന്ത്രിമാരായ സൗരഭ് ഭരദ്വാജ്, അതിഷി മെർലാന എന്നിവരുമായിരുന്നു. താനുമായി അത്ര സമ്പർക്കം പുലർത്തിയിരുന്നില്ല വിജയ് നായർ എന്ന് കേജ്രിവാൾ പറഞ്ഞു എന്നാണ് ED വ്യക്തമാക്കിയത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, മറ്റു നേതാക്കളെ കൂടി ഈ കേസിൽ ED ലക്ഷ്യമിടുന്നു എന്ന് വ്യക്തമാണ്. കാരണം ഈ കേസിൽ അരവിന്ദ് കെജ്രിവാൾ നിലവിൽ അറസ്റ്റിലാണ്, മനീഷ് സിസോദിയ നിലവിൽ അറസ്റ്റിലാണ്, ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗമായ സഞ്ജയ് സിംഗ് അറസ്റ്റിലാണ്. അപ്പോൾ നിലവിൽ ഡൽഹിയിൽ സജീവമായ ആം ആദ്മി പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന 2 മന്ത്രിമാരാണ് സൗരഭ് ഭരദ്വാജും അതിഷി മെർലാനയും. അപ്പോൾ അവർക്കും ഇത്തരത്തിൽ മദ്യനയത്തിൽ പങ്കുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ ED പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഈ വാദങ്ങളെ തള്ളിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഡൽഹി ഹൈക്കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ഹർജി പരിഗണിക്കുന്നുണ്ട്. ഈ ഹർജിയിൽ പ്രധാനമായും കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം EDക്ക് യാതൊരു തെളിവുമില്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു കേസ് എടുത്തിരിക്കുന്നതും തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്നാണ് വാദം. പക്ഷേ ED മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വാദം കൃത്യമായ തെളിവുകളുണ്ട്. പണം, അതായത് ഗോവ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഉപയോഗിച്ച് കെജ്രിവാൾ നേരിട്ട് പണം വാങ്ങി എന്നാണ് വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നൊരു നിലപാട് ഇന്നലെ കോടതിയിൽ ED വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടൊരു തീരുമാനവും ഉണ്ടായത്. ഇന്നലെ ED കൂടുതൽ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചില്ല. കാരണം പലപ്പോഴും നിസ്സഹകരണമാണ് കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും ഇതിനൊപ്പം തന്നെ നിയമവശങ്ങൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ നീക്കങ്ങളും മറുവശത്ത് ഡൽഹി സജീവമായി നടക്കുന്നുണ്ട്. BJP നേതാക്കൾ രാഷ്ട്രപതി ഭരണം വേണമെന്നൊരു ആവശ്യം ഇതിനോടകം തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതായത് കെജ്രിവാൾ നിലവിൽ ജയിലിലാണ്. അപ്പോൾ ജയിലിലിരുന്ന് ഭരിക്കാൻ കഴിയില്ല എന്ന് ലഫ്റ്റനന്റ് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇനി കേന്ദ്രവും ലഫ്റ്റനന്റ് ഗവർണറും ഒക്കെ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമാകും. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് കോടതിയിൽ മറ്റും പോയി കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായ കൂടിയാലോചന കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് കേന്ദ്രം കടക്കുക. ഏതായാലും അതിനുള്ള സാധ്യതകൾ കേന്ദ്രം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നുണ്ട്. അഭിലാഷ്. ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ആണ് ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ നിരവധിയുണ്ടെങ്കിലും അത് പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്. നമുക്ക് കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ
ഇറാൻ കോൺസുലേറ്റിന് നേരെ ആക്രമണം. മിസൈൽ ആക്രമണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് റേസ സഹേദിയും ഉൾപ്പെടുന്നതായാണ് വിവരം. കോൺസുലേറ്റ് കെട്ടിടമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നു. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് ഇറാൻ ആരോപിക്കുന്നു. എന്നാൽ ആക്രമണം സംബന്ധിച്ച് ഇസ്രായേൽ ഇതുവരെയും ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. സംസ്ഥാനത്ത് നിന്നുള്ള വാർത്തകളിലേക്ക് കൂടുതൽ വിശദമായി വരുമ്പോൾ, സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റ സമയത്ത് കടൽ കയറും എന്നാണ് പ്രതീക്ഷിച്ചത് എങ്കിലും ആലപ്പുഴ ഉൾപ്പെടെയുള്ള തീരങ്ങൾ പൊതുവെ ശാന്തമായിരുന്നു. ശരണ്യ സ്നേഹജൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശാന്തമാണ് എന്ന് പറയുമ്പോഴും ഇന്നും മുന്നറിയിപ്പുണ്ട്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ജാഗ്രത എത്രത്തോളം പുലർത്തേണ്ട സമയമാണ്? തീർച്ചയായിട്ടും ജാഗ്രത പുലർത്തേണ്ടത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായ സാഹചര്യം ആലപ്പുഴ ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരം. കാരണം ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് വേലിയേറ്റ സമയം ഉണ്ടായിരുന്നത്. ആ സമയത്ത് വലിയ തോതിൽ കടലാക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നെങ്കിൽ പോലും ആ ആശങ്കകൾ ഇല്ലാതാക്കിക്കൊണ്ട് കടൽ പൊതുവെ ശാന്തമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും ഉണ്ടായ ചില കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായി ന്യൂനമർദ്ദം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപപ്പെടുകയും അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തുകയും വടക്കോട്ട് സഞ്ചരിച്ച് കേരള തീരങ്ങളിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കുകയുമാണ് ചെയ്തത്. അത്തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏകദേശം 11 മീറ്ററോളം ഉയരത്തിൽ ഉണ്ടായി ന്യൂനമർദ്ദത്തെ തുടർന്ന് ഉണ്ടായ കാറ്റും ഒപ്പം തന്നെ തിരമാലകൾ ഉയർന്നതുമാണ് അതിന്റെ ഒരു പ്രതികരണം എന്ന രീതിയിലാണ് അത് തെക്കോട്ട് സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും പ്രത്യേകിച്ച് കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത്. എന്തായാലും ആദ്യ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായതിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പിന്നീട് തീരങ്ങൾ പോയില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ പുറക്കാട് അടക്കമുള്ള ഇടങ്ങളിൽ മത്സ്യബന്ധന യാനങ്ങൾ ഈ തിരയിൽ ഒഴുകി പോവുകയും പല വള്ളങ്ങളുടെയും എഞ്ചിൻ തകരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 20ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പുറക്കാട് എന്നുള്ളതാണ്. അതായത് പുറക്കാട് തന്നെയാണ് അഭിലാഷ് കഴിഞ്ഞ ദിവസം കടല് ഉൾവലിയുകയും ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു പ്രതിഭാസത്തിന്റെ കൂടി ഭാഗമായാണ്, ഈ കള്ളക്കടലിൽ നിന്ന് പ്രതിഭാസത്തിന്റെ കൂടെ ഭാഗമായാണ് കടൽ ഉൾവലിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. അത്തരത്തിൽ ഉൾവലിഞ്ഞതിന് ശേഷമായിരുന്നു പിന്നീട് ഒരു കടലാക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പുറക്കാട് വീടുകളിലേക്കൊക്കെ ഈ വലിയ തിരമാലകൾ അടിച്ചു കയറി ജനാലകളൊക്കെ പൊട്ടുകയും അത്തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു വീട് അമ്പലപ്പുഴ നീർക്കുന്നത്ത് പൂർണ്ണമായി തകരുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കണക്കെടുപ്പൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എത്ര രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നുള്ള ഒരു വിലയിരുത്തൽ അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇതേ സമാനമായ സാഹചര്യം കൊല്ലത്തുമുണ്ടായിരുന്നു. കൊല്ലത്തും 20ഓളം വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ട് ഇത്തരത്തിലൊരു വേലിയേറ്റം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പൊതുവെ കടൽ ശാന്തമായിരുന്നു എന്നത് തീരത്ത് ആശ്വാസം നൽകുന്നതാണ്. ഒപ്പം തന്നെ ഇന്നലെ വലിയ തോതിൽ കടലാക്രമണം ഉണ്ടായ പ്രദേശങ്ങളിൽ മത്സ്യലഭ്യത ഉണ്ടായി എന്നുള്ളതാണ്. മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ ഇന്നലെ ആലപ്പുഴയുടെ തീരങ്ങൾ പലയിടത്തും ഇത്ര രൂക്ഷമായ കടലാക്രമണം ഉണ്ടായിടത്ത് ലഭ്യമായിട്ടുണ്ട്. മറ്റൊരു പ്രതിസന്ധി ആലപ്പുഴയിൽ നേരിടുന്നത് തീരദേശ റോഡിലുള്ള യാത്രയാണ്. അത് ഈ തൃക്കുന്നപ്പുഴ മുതൽ പല്ലന വരെയുള്ള വലിയരിക്കൽ വരെയുള്ള റോഡിലാണ് വലിയ തോതിൽ മണൽ അടിഞ്ഞു കൂടി റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും ജനങ്ങളുടെ പ്രതിഷേധം വലിയ തോതിൽ ഇന്നലെ ഉണ്ടായിരുന്നു. പിന്നീട് മാവേലിക്കരയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തി ഇറിഗേഷന്റെ എഞ്ചിനീയർ ഉറപ്പ് നൽകിയതിനു ശേഷം മാത്രമാണ് സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാർ റോഡിൽ നിന്ന് മാറാൻ തയ്യാറായത്. കാരണം ആ മേഖലയിൽ കടലും റോഡും തമ്മിൽ 100 മീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത്. അവിടെ ശക്തമായ കടൽക്ഷോഭം ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടത് കൊണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള ആശങ്ക ജനങ്ങളിലുണ്ട്. അവിടെ ഒന്നും തന്നെ ടെട്രോപോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടില്ല. കാരണം ഈ 100 കോടി വായ്പ ലഭ്യമാകുന്നതിന് വേണ്ടി ലോകബാങ്കിനെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ എത്തിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ ജനങ്ങളോട് പറഞ്ഞത്. തൽക്കാലം ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ജിയോ ബാഗുകൾ വെച്ച് താൽക്കാലിക സംരക്ഷണ ഭിത്തി ഒരുക്കാനും 4-ാം തീയതി അതിനുവേണ്ടിയുള്ള യോഗം ചേരാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജിയോ ബാഗുകൾക്ക് അപ്പുറത്തേക്ക് അവിടെ ടെട്രോപോഡുകൾ ഉപയോഗിച്ചുള്ള ശാസ്ത്രീയമായ നിർമ്മാണം ഉണ്ടായില്ലെങ്കിൽ
ഇല്ലെങ്കിൽ വരുന്ന കടൽക്ഷോഭ സമയത്ത് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഈ 2 മാസങ്ങൾ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ വേണമെന്നുള്ള ആവശ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കള്ളക്കടലിന്റെ പ്രതിഭാസം, അതായത് യാതൊരു മുന്നറിയിപ്പും നൽകാതെ കടലിന്റെ ഭാഗത്ത് ഒരു കാറ്റ് പോലും ഉണ്ടാകാതെ കടൽ ഇരച്ചു കയറുന്ന ഒരു പ്രതിഭാസമാണ് ഈ കള്ളക്കടൽ. അത് മാർച്ച് 23-ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉണ്ടായ ന്യൂനമർദ്ദം പിന്നീട് സഞ്ചരിക്കുകയും അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തിരമാലകൾ ഏകദേശം 11 മീറ്ററോളം ഉയരത്തിൽ ഇത് കൊണ്ടുവരികയും ചെയ്തു. ആ തിരമാലകളാണ് 5000-ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് കേരള തീരത്തേക്ക് എത്തിയത്. കേരള തീരത്ത് എത്തി വലിയ തോതിൽ അത് ഇരച്ചു കയറുകയും ഒരു സൂചന പോലും നൽകാതെ നമ്മുടെ തീരങ്ങളിലുള്ള മത്സ്യബന്ധന യാനങ്ങൾ ഉൾപ്പെടെയുള്ള അവയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കുകയും വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ചൊവ്വാഴ്ച പുലർച്ചെ വരെ ഈ പ്രതിഭാസം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കടൽ ശാന്തമാണ് എന്നത് ആശ്വാസകരമാണ്. എങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകുന്നതിന് വിലക്കുണ്ട്. അത്തരത്തിൽ തീരപ്രദേശം ആലപ്പുഴ ബീച്ച് അടക്കമുള്ള ഇടങ്ങൾ മറ്റ് സംസ്ഥാനത്തിന്റെ മറ്റ് ബീച്ചുകളിലൊക്കെ തന്നെയും കടലിലേക്ക് ഇറങ്ങിയുള്ള ഒരു വിനോദ പരിപാടികളും സർക്കാർ അനുവദിക്കില്ല. അതെല്ലാം തന്നെ നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കടലിലേക്ക് ഇറങ്ങരുത്, തീരത്ത് അല്ലെങ്കിൽ ബീച്ചിലെത്തുന്ന ആളുകൾ തീരത്തേക്ക് ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശവുമുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. നിലവിൽ ആശ്വാസത്തിന്റെ വാർത്തയാണ് ശരണ്യ സ്നേഹജൻ പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഇന്നും ഇത്തരത്തിലുള്ള തിരമാലകൾ അതിശക്തമായി ആഞ്ഞടിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമടക്കം നൽകിയിട്ടുള്ളത്. അതേസമയം തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിലുണ്ടായ കടൽക്ഷോഭത്തെ തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്കിലെ 53 പേരെയാണ് 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. കുളത്തൂർ വില്ലേജിലെ പൊഴിയൂർ ഗവൺമെൻറ് UP സ്കൂളിലും കരുംകുളം വില്ലേജിലെ പുല്ലുവിള ലിയോ 13th സ്കൂളിലുമാണ് ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. 14 കുടുംബങ്ങളാണ് പൊഴിയൂർ ഗവൺമെൻറ് UP സ്കൂളിൽ ഉള്ളത്. 11 പുരുഷന്മാരും 11 സ്ത്രീകളും ഒരു കുട്ടിയും അടക്കം 23 പേർ ഇവിടെയുണ്ട്. പുല്ലുവിള ലിയോ 13th സ്കൂളിൽ 19 കുടുംബങ്ങളിൽ നിന്നായി 30 പേരാണ് ഉള്ളത്. 10 പുരുഷന്മാരും 17 സ്ത്രീകളും 3 കുട്ടികളുമാണ് ക്യാമ്പിൽ കഴിയുന്നത്. അതേസമയം തിരുവനന്തപുരം മുതലപ്പുഴയിൽ ഇന്നും മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ടു. വള്ളം മറിഞ്ഞ് ആണ് അപകടമുണ്ടായത്. തുടർച്ചയായ 3-ാം ദിവസമാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. 3 തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. വിനോദ്, മുതലപ്പുഴയിൽ തുടർച്ചയാണ് അപകടങ്ങൾ, അത്യാഹിതങ്ങൾ ഉണ്ടാകുന്നില്ല. ഇടയ്ക്ക് വലിയ പ്രതിഷേധം ഉൾപ്പെടെ ഉയർന്നിരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഇപ്പോഴവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? അഭിലാഷ്, പൊതുവിൽ മുതലപ്പുഴയിൽ അപകടങ്ങൾ നേരത്തെ തന്നെ തുടർക്കഥയായിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോഴത്തെ ശക്തമായ തിരയടിയിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ. കഴിഞ്ഞ 3 ദിവസത്തിലും തുടർച്ചയായി ഈ വള്ളങ്ങൾ മറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുവരെ 7 പേർക്ക് ഈ അപകടങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 6:30 മണിക്കാണ് ഏറ്റവും ഒടുവിലത്തെ അപകടം സംഭവിച്ചത്. ശക്തമായ തിരയടിയിൽ ബോട്ട് മറിയുകയായിരുന്നു. ഇതിലുണ്ടായിരുന്ന 3 പേർ നീന്തി രക്ഷപ്പെട്ടു. വലിയ പ്രതിഷേധമുണ്ട്. കാരണം അവിടെ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ചില നടപടികൾ, പാറക്കല്ലുകൾ, പുലിമുട്ടിൽ നിന്ന് അടർന്നു വീണ പാറക്കല്ലുകൾ, അത് നീക്കുന്നതിന്റെ ചില പ്രവൃത്തികൾ തുടങ്ങിയിരുന്നു. പക്ഷേ അത് പൂർണ്ണതോതിൽ പൂർത്തീകരിക്കാനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വലിയ പ്രതിഷേധമുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെയും ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി മുതലപ്പുഴി പ്രദേശത്ത് സന്ദർശിക്കുകയും അവിടെ മത്സ്യത്തൊഴിലാളികളുമായും വൈദികരുമായും ഒക്കെയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏവരും ശാശ്വത പരിഹാരം എന്ന ഉറപ്പാണ് നൽകുന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നാലും നേരത്തെ തന്നെ ഈ തിരയടിയുടെ പ്രശ്നം നമുക്കറിയാം. ഏതാണ്ട് 10 വർഷത്തിനിടെ 60ഓളം ആളുകൾ ആ തരത്തിൽ ജീവഹാനി എന്ന നിലയിലേക്ക് പോയിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം, പല ഘട്ടങ്ങളിലായി റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, കടൽക്ഷോഭം അത് അപ്രതീക്ഷിതമായി ഉണ്ടായതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത്. അഭിലാഷ്, റൈറ്റ്. മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യമാണുള്ളത്. ഇന്നും മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ട് 3 പേർ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഞായറാഴ്ച ഉച്ച മുതൽ കണ്ട കടൽ കയറുന്ന പ്രതിഭാസം കള്ളക്കടൽ ആണ് എന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം സ്ഥിരീകരിച്ചു.
നേരത്തെ അതുമായി ബന്ധപ്പെട്ട വാർത്ത ശരണ്യ നൽകുകയും ചെയ്തിരുന്നതാണ്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 2024 മാർച്ച് 23 ഇന്ത്യൻ തീരത്ത് നിന്ന് 10,000 കിലോമീറ്റർ അകലെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും മാർച്ച് 25 ഈ ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങുകയുമുണ്ടായി. ഇതിൻ്റെ ഫലമായാണ് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 11 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ സൃഷ്ടിക്കുകയും ആ തിരമാലകൾ പിന്നീട് ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയും ചെയ്തത് എന്നാണ് ശാസ്ത്രീയമായ വിശദീകരണം. കേരള തീരത്തും ലക്ഷദ്വീപിലും മാർച്ച് 31 രാവിലെയാണ് ഈ ഉയർന്ന തിരമാലകൾ ആദ്യമായി അനുഭവപ്പെട്ടത്. അടുത്ത 2 ദിവസത്തേക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഈ പ്രവണത കാണാനും സാധ്യതയുണ്ട് എന്നത് നിരീക്ഷിക്കുമ്പോൾ ആ 2 ദിവസം കഴിഞ്ഞു പോയി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ആശ്വസിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഇതിങ്ങനെ ശാസ്ത്രീയമായി വിശദീകരിക്കുമ്പോൾ നേരത്തെ അറിയിക്കാൻ സാധിച്ചില്ല എന്ന വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അതിഥികൾ ഉൾപ്പെടെ ഉന്നയിച്ചത്. ഇത്തരം പ്രതിഭാസമൊക്കെ തിരിച്ചറിയാനും അതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകുവാനും ഒക്കെയുള്ള സംവിധാനം നമുക്കുണ്ട് എന്ന് അവർ പറയുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നില്ല എന്ന് തീരദേശവാസികൾ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പൊരു ഇടവേളയും അനിവാര്യമാണ്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ബിരുദ പരീക്ഷകൾ മാറ്റിവെച്ചു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിജ്ഞാപനം വ്യാജമാണ് എന്ന് പരീക്ഷാ കൺട്രോളർ അറിയിച്ചു. നാളെ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ബിരുദ പരീക്ഷകൾക്ക് മാറ്റമില്ല. സർവകലാശാലയുടെ പേരിൽ വ്യാജരേഖകളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പരീക്ഷാ കൺട്രോളർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടവേള. എടുത്തിരിക്കുന്നു. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 നാൾ കൂടിയാണ് ശേഷിക്കുന്നത്. വ്യാഴാഴ്ചയാണ് പത്രിക സമർപ്പണത്തിനുള്ള അവസാന ദിവസം. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്നി രവീന്ദ്രൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് വരണാധികാരിയായി ജില്ലാ കളക്ടർ മുമ്പാകെയാണ് പത്രിക സമർപ്പിക്കുക. ചാലക്കുടിയിലെയും ഇടുക്കിയിലെയും NDA സ്ഥാനാർത്ഥികളായ KA ഉണ്ണികൃഷ്ണനും സംഗീത വിശ്വനാഥനും ഇന്ന് പത്രിക നൽകും. എറണാകുളം കളക്ട്രേറ്റിൽ എത്തിയാണ് KA ഉണ്ണികൃഷ്ണൻ പത്രിക നൽകുക. ഈ പത്രിക നൽകുന്നതിൻ്റെ ഭാഗമായി പലരും വീഡിയോകൾ ഒക്കെയായി അത്തരം സന്ദേശങ്ങൾ ഇടാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മുകേഷ് വീഡിയോ സന്ദേശത്തിലൂടെ പത്രിക സമർപ്പിക്കാൻ പോകുന്ന കാര്യം വ്യക്തമാക്കിയതാണ്. നമുക്ക് സംഗീത കഴിഞ്ഞ ദിവസമാണ് ഈ സംഗീത ഇത്തരത്തിൽ ഒരു വീഡിയോ തയ്യാറാക്കിയത്. ആ വീഡിയോ ഒന്ന് കാണാം. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. ഈ വരുന്ന ഏപ്രിൽ 26 ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ നിൽക്കുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി ഞാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾ ഏവരുടെയും അനുഗ്രഹവും പിന്തുണയും പ്രാർത്ഥനയും എന്നിൽ ഉണ്ടാവണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. സ്ഥാനാർത്ഥികളൊക്കെ ഇത്തരത്തിൽ കഴിയുന്നത്ര സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, സാങ്കേതിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ശശി തരൂർ നാളെയും BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ 4-ാം തീയതിയുമാണ് പത്രിക സമർപ്പിക്കുക. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി V. ജോയ് നാളെ പത്രിക സമർപ്പിക്കും. ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും നാളെ തന്നെയാണ് നാമനിർദ്ദേശ പത്രിക നൽകുക. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ നാളെ പത്രിക നൽകും. UDFിൻ്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്, ആറ്റിങ്ങലിൻ്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് 4-ാം തീയതി പത്രിക സമർപ്പിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ്, ഇനി 2 ദിവസം കൂടി, ഇന്നുകൂടി പരിഗണിച്ചാൽ 3 ദിവസം എന്ന് പറയാം ശേഷിക്കുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക? എന്താണ് വിവരങ്ങൾ?
അഭിലാഷ് 4-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. 5-നാണ് സൂക്ഷ്മ പരിശോധന. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് ഇതുവരെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. NDAയുടെ സ്ഥാനാർത്ഥി വി മുരളീധരൻ. അദ്ദേഹം ആറ്റിങ്ങലിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. ഇനി പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കേണ്ടതുണ്ട്. അത് അടുത്ത ദിവസങ്ങളിലായിരിക്കും ഈ രണ്ട് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ അടൂർ പ്രകാശ്, അദ്ദേഹം ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥിയാണ്. വി ജോയ്, അദ്ദേഹം നാളെ സമർപ്പിക്കുന്നുണ്ട്. അടൂർ പ്രകാശും അടുത്ത ദിവസം ഈ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയിലേക്ക് ഒരു കോൺഗ്രസ് നേതാവ് കൂടി വരും എന്ന വിവരം. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നേരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് BJPയിൽ ചേരുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അല്പസമയത്തിനുള്ളിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഈ വ്യക്തി തന്നെ നേരിട്ട് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്ന വിവരമാണ് നമുക്ക് BJP കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. വളരെ ആവേശോജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് പോര് തന്നെയാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങലുമായി നടക്കുന്നത്. തെക്കൻ ജില്ലകളിലെല്ലാം തന്നെ ആ തരത്തിലുള്ള വലിയ വീറുറ്റ പോരാട്ടം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ കടൽ കയറുന്ന പ്രതിഭാസം അത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സാഹചര്യമാണ്. സ്ഥാനാർത്ഥികളുടെ എല്ലാം തന്നെയും ശ്രദ്ധ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ തീരദേശത്താണ്. പൊഴിയൂരും പനത്തുറയും പൂന്തുറയും വലിയതുറയും ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിലേക്ക് മത്സ്യത്തൊഴിലാളികളെ കാണുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികൾ എത്തുകയും കൃത്യമായ ഉറപ്പുകൾ നൽകുന്നുണ്ട്. കാരണം ഇത് സാധാരണ ഉണ്ടാകുന്ന നിലയ്ക്കുള്ള മഴക്കാലത്തുണ്ടാകുന്ന നിലയ്ക്കുള്ള കടൽക്ഷോഭമില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു കടൽക്ഷോഭമാണ്. എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ചില വർഷങ്ങളിലെങ്കിലും ഇങ്ങനെ സംഭവിക്കുമെങ്കിലും പക്ഷേ ഇത്രയും രൂക്ഷമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥികൾ പോകുന്നത്. അതോടൊപ്പം തന്നെ നഗര കേന്ദ്രീകൃതമായ പ്രചരണ പ്രവർത്തനങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണം ഇനി 20 ദിവസത്തിലധികമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോസ്റ്ററുകൾ, ബാനറുകൾ, ചുവരെഴുത്തുകൾ, കൂടുതൽ വ്യക്തിത്വങ്ങളെ കാണുന്ന ചടങ്ങുകൾ, വിവാഹ ചടങ്ങുകൾ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോവുകയാണ്. വലിയ വീറുറ്റ പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ശശി തരൂർ 15 വർഷമായി ഇവിടെ തുടരുകയാണ്. 3 തവണയായി അദ്ദേഹം MP ആയി. അവിടെയാണ് ഒരു അട്ടിമറി വിജയം BJP കണക്കാക്കുന്നതും ആ നിലയ്ക്കുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതും. പന്ന്യൻ രവീന്ദ്രനാണ് ഇടത് സ്ഥാനാർത്ഥി. അദ്ദേഹം നേരത്തെ തിരുവനന്തപുരത്ത് ജനപ്രതിനിധിയായിട്ടുള്ള ആളാണ്, MP ആയിട്ടുള്ള ആളാണ്. ആ നിലയ്ക്ക് പന്ന്യൻ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പരിചയവും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതവും അതെല്ലാം തന്നെ വിവരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയുമായി പന്ന്യൻ രവീന്ദ്രനും മുന്നോട്ട് പോകുന്നു. ഇന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയുമാണ്. അഭിലാഷ്, അതാണ് തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. നാളെ കൂടി കഴിയുമ്പോൾ ഏതാണ്ട് പൂർണ്ണമായും നേതാക്കൾ എല്ലാവരും തന്നെ പത്രിക സമർപ്പിച്ചിട്ടുള്ള സാഹചര്യമാണ്. സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പത്രിക സമർപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇനി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, ഇന്ന് കളക്ട്രേറ്റിൽ എത്തുന്നതിൽ NDA സ്ഥാനാർത്ഥി, ചാലക്കുടിയിലെ NDA സ്ഥാനാർത്ഥി ഉൾപ്പെടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എറണാകുളം കളക്ട്രേറ്റിലേക്ക് എത്തുന്നുണ്ട്. മറ്റു പ്രമുഖർ ഇന്ന് പത്രിക സമർപ്പിക്കുന്നുണ്ടോ? അഭിലാഷ്, ഇന്ന് പ്രധാനപ്പെട്ടത് ചാലക്കുടി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇത് 11:30 കാക്കനാട് കളക്ടറേറ്റ് എത്തിയാണ് പത്രികാ സമർപ്പണം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം മറ്റ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ എറണാകുളം മണ്ഡലത്തിലെയും അതോടൊപ്പം തന്നെ ചാലക്കുടി മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം നാളെയോടുകൂടിയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ബെന്നി ബെഹനാൻ ചാലക്കുടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയാണ്. ഇത് എറണാകുളം കളക്ട്രേറ്റിൽ നാളെ രാവിലെ 11 മണിക്ക് പത്രികാ സമർപ്പണം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം എറണാകുളം മണ്ഡലത്തിലെ ഇടത് മുന്നണി സ്ഥാനാർത്ഥി KJ ഷൈന്റെ പത്രികാ സമർപ്പണവും നാളെ നടക്കും. ഹൈബി ഈഡൻ പത്രികാ സമർപ്പണം ഉണ്ടാകും. അങ്ങനെ ഇവരെല്ലാവരും തന്നെയും പത്രികാ സമർപ്പണം കൂടി പൂർത്തിയാകുന്നതോടെ ഈ വാഹന പ്രചാരണ മാർഗങ്ങളിലേക്ക്, പ്രചാരണ പരിപാടികളിലേക്ക് അടക്കം തന്നെ വരും ദിവസം മുതൽ തന്നെ പ്രചാരണ പരിപാടികളെല്ലാം തന്നെ മാറും. അടുത്ത ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അടക്കം ഇവിടെ വിവിധ പരിപാടികൾക്ക് വേണ്ടി എത്തുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്ക് ജില്ലയും പൊതുവിൽ തന്നെ മാറുകയാണ്. എറണാകുളം മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ ബഹളങ്ങളിലേക്ക് UDF ഇതുവരെയും കടന്നിട്ടില്ല എന്ന് തന്നെയും സൂചിപ്പിക്കാം. കാരണം കുറെ കൂടി മേധാവിത്വ മനോഭാവത്തോടുകൂടിയാണ് UDF എറണാകുളം മണ്ഡലത്തെ കാണുന്നത്.
പക്ഷേ ഇടതുമുന്നണിയുടെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ നടത്തുന്നുണ്ട്. ഒരു വീടുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ക്വാഡുകൾ തിരിഞ്ഞുകൊണ്ട് പ്രചാരണ പരിപാടികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും വാശിയേറിയൊരു പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു എന്ന സൂചന തന്നെയാണ് ഉള്ളത്. ഇങ്ങനെ മണ്ഡലം പൊതുവിൽ തന്നെയും വലിയ പ്രചാരണ ബഹളങ്ങളിലേക്കടക്കം നീങ്ങുന്നു എന്ന് തന്നെയാണ് അഭിലാഷ്. കൊച്ചിയിൽ നിന്നും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രിൻസ് ജെയിംസ് കൂടി ചേരുന്നുണ്ട്. പ്രിൻസ്, ഇടുക്കിയിൽ ഇന്ന് സംഗീത വിശ്വനാഥൻ പത്രിക നൽകുന്നു. നാളെയാണ് ഡീനും ജോയ്സ് ജോർജും പത്രിക നൽകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പത്രികാ സമർപ്പണത്തോടുകൂടി കൂടുതൽ പ്രചാരണം ചൂടേറുകയാണ്. വിജയം അഭിലാഷ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പത്രിക സമർപ്പിക്കും. BD ജയസിന്റെയും BJP നേതാക്കൾക്കും ഒപ്പമായിരിക്കും സംഗീത ഇടുക്കി കളക്ടറേറ്റിലെത്തി കളക്ടർക്ക് മുമ്പാകെ പത്രിക സമർപ്പിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജും നാളെ ആയിരിക്കും പത്രിക സമർപ്പിക്കുന്നത്. ജോയ്സ് ജോർജ് കൊൽമൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും പ്രവർത്തകർക്കൊപ്പം കളക്ടറേറ്റിലെത്തി പത്രികാ സമർപ്പണം നടത്തുന്നത്. എന്തായാലും ഇടുക്കിയില് പ്രചാരണം കൊഴുക്കുകയാണ്. ഇടത് വലത് സ്ഥാനാർത്ഥികൾ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളടക്കം മണ്ഡല സമ്മേളനങ്ങളടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗവർണർ മീറ്റിംഗുകളും കുടുംബ സമ്മേളനങ്ങളും ഒക്കെയായി ഇടതിന്റെയും UDFിന്റെയും പ്രചാരണം ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ BDJ സ്ഥാനാർത്ഥിയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും പത്രികാ സമർപ്പണത്തോടെ കൂടുതൽ ശക്തമായ പ്രചാരണം ഇടുക്കിയിൽ നടക്കും എന്നാണ് കരുതുന്നത് അഭിലാഷ്. ഇടുക്കിയിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്ന സാഹചര്യം. നാളെയാണ് ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പക്ഷേ BDJSന്റെ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇന്ന് പത്രിക സമർപ്പിക്കും. LDF സ്ഥാനാർത്ഥി V വസീഫിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഇന്ന് മലപ്പുറത്ത്. പെരിന്തൽമണ്ണയിലാണ് ആദ്യ പരിപാടി. മഞ്ചേരിയിലെയും കൊയിലാണ്ടിയിലെയും പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തും. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആണ് മുഖ്യമന്ത്രി നേരിട്ട് പ്രചാരണ പരിപാടികളിലേക്ക് ഇറങ്ങിയത്. അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയ സാഹചര്യമുണ്ട്. പക്ഷേ EDയുടെ CPMനെ വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്നു. കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED കൂടുതൽ വിവരങ്ങൾ ആരായുന്ന പശ്ചാത്തലം. അത്തരം വിഷയങ്ങളിൽ ഒന്നും തന്നെ മുഖ്യമന്ത്രി കാര്യമായി ഇടപെട്ടതായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഉണ്ടായ അറസ്റ്റ്, അതിനെ തുടർന്ന് ഇന്ത്യ മുന്നണിയുടെ ശക്തിപ്രകടനം, ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്രതികരിക്കുകയും ചെയ്തു. അനുമോദ് ക്യാപ്റ്റൻ തന്നെ കളി ജയിപ്പിക്കാൻ എത്തുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടുവെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല. ഇന്നിപ്പോൾ ഈ പ്രചാരണത്തിനപ്പുറത്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രചാരണ വേദിയിലാണ് അനുമോദ് ഉള്ളത്. പക്ഷേ എൻ്റെ ചോദ്യം അനുമോദിന് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വസീഫിൻ്റെ പ്രചാരണത്തിന് ആയാണ് മുഖ്യമന്ത്രി മലപ്പുറത്തേക്ക് എത്തുന്നത്. അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ക്യാപ്റ്റൻ്റെ വരവ് അത് LDF പാളയത്തിന് എത്രത്തോളം ആവേശം നൽകുന്നുണ്ട്? അഭിലാഷ്, നമ്മൾ ഇന്നലെ കണ്ടതാണ് മലപ്പുറത്ത് വയനാട് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂരിലും വണ്ടൂരിലുമൊക്കെ ആവേശോജ്വലമായ സ്വീകരണമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഇന്നലെ ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്തതെങ്കിൽ ഇന്ന് അദ്ദേഹം ഉള്ളത് മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ പ്രചരണത്തിനാണ്. വസീഫിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാനാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തെ ആദ്യ പരിപാടി ഇവിടെ പെരിന്തൽമണ്ണയിലാണ് ചേരുന്നത്. പെരിന്തൽമണ്ണയിൽ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. എനിക്ക് പിന്നിൽ കാണുന്ന വേദിയിൽ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നത് കോൺഗ്രസിനെതിരെയായിരുന്നു. കാരണം നിലമ്പൂരിൽ രാഹുൽ ഗാന്ധിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങൾ അദ്ദേഹം പേരെടുത്തതിന് ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിനെതിരെയും നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ എതിരെയാണ്. മുസ്ലിം ലീഗാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലമാണിത്. മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി പേരെടുത്ത് വിമർശനം നടത്തുമോ? എന്തായിരിക്കും മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെതിരെ പറയുക? മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിനേറെ വാർത്താ പ്രാധാന്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്രകാരമായിരിക്കും എന്നതാണ് ഇവിടെ പ്രധാനമായും കാത്തിരിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, പൗരത്വ നിയമ ഭേദഗതി വിഷയമടക്കം മലബാറിൽ
വലിയ ചർച്ചയാകുന്ന പല വിഷയങ്ങളും അദ്ദേഹം പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം അത് ഊന്നി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പ്രചാരണങ്ങൾ പുരോഗമിക്കുന്നത്. എങ്കിലും മലപ്പുറത്തേക്ക് എത്തുമ്പോൾ, പെരിന്തൽമണ്ണയിലേക്ക് എത്തുമ്പോൾ മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി എന്തെല്ലാം പറയും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും 10:15 മുഖ്യമന്ത്രി ആദ്യ പ്രചരണ യോഗത്തിൽ പങ്കെടുക്കാൻ പെരിന്തൽമണ്ണയിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം മഞ്ചേരിയിലും വൈകുന്നേരം കൊണ്ടോട്ടിയിലുമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രചരണ യോഗങ്ങൾ. മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടുകൂടി മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുകയാണ്. അതേസമയം SDPI വോട്ട് ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുന്നൊരു സാഹചര്യമുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമാണ് SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചത്. UDFുമായി കോൺഗ്രസും ഉൾപ്പെടുന്ന UDFുമായി ഏതെങ്കിലും തരത്തിലുള്ള സഖ്യമില്ല. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നില്ല, മറിച്ച് UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും എന്നാണ് SDPI അറിയിച്ചത്. ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് കോൺഗ്രസ് വെട്ടിലായിരിക്കുന്നത്. ആലപ്പുഴ, കണ്ണൂർ അടക്കം ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ SDPIക്ക് വലിയ വോട്ട് സ്വാധീനം കൂടിയുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി വരും മണിക്കൂറുകളിൽ മലപ്പുറത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലടക്കം എന്തായിരിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. EP ജയരാജനെ പോലെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. BJPയും ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും. അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിരോധിക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ്. വടകരയിൽ KK ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വനിതകളുടെ മഹാസംഗമം ഒരുക്കി LDF. LDWF വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു റാലി നടത്തിയത്. വടകര കോട്ടപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ ആയിരക്കണക്കിന് വനിതകൾ പങ്കാളികളായി. റാലി CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ ആവേശം നടക്കുന്ന പ്രചാരണമാണ് വടകരയിൽ എന്ന് തോന്നുന്നു. ഷാഫി പറമ്പിൽ എതിരാളിയായി വന്നതോടുകൂടി പ്രഫുൽ കൃഷ്ണയാണ് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയും. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അമിത്ഷാ ഇന്ന് കർണാടകയിൽ ആണ് എത്തുന്നത്. രാവിലെ പാലസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ശക്തി കേന്ദ്ര പ്രമുഖ് സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കും. സീറ്റ് നിർണയത്തിൽ അതൃപ്തരായവരുമായും വിമത നീക്കം നടത്തുന്ന നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വൈകിട്ട് ചന്നപട്ടണത്തിൽ നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനായി ഉത്തരാഖണ്ഡിലാണ് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ അംഗങ്ങൾക്ക് കുടുംബശ്രീ ചെയർപേഴ്സന്റെ നിർദ്ദേശം. CPIM ഭരിക്കുന്ന ആറ്റിങ്ങലിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലാണ് കുടുംബശ്രീ ചെയർപേഴ്സൺ നിർദ്ദേശം നൽകിയത്. സംഭവത്തിൽ പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. എന്നാൽ രാഷ്ട്രീയ യോഗത്തിന് വിളിച്ചതല്ല എന്നും ഭക്ഷണ വിതരണത്തിന് എത്താനാണ് നിർദ്ദേശിച്ചത് എന്നും ചെയർപേഴ്സൺ ശൈല വിശദീകരിച്ചു. ഷിബി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നാളെ 4 മണിക്ക് കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ കുടുംബശ്രീയിൽ നിന്ന് എത്ര പേര് വരാൻ പറ്റും? ഷിനുവിനോട് പറയണം, രാഗിയോട് പറയണം. ഷിനുവിന് മില്ലാവുകൊണ്ട് ഷിബിക്ക് മില്ലാവുകൊണ്ട് വരാൻ പറ്റത്തില്ല. വേറെ ആരെങ്കിലും 5 പേരെ അതിന് പങ്കെടുപ്പിക്കണം. ഓക്കെ. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഭക്ഷണ വിതരണത്തിന് എന്നല്ല 5 പേരെ പങ്കെടുപ്പിക്കണമെന്ന നിർദ്ദേശവും വാർണിംഗും ഒക്കെയാണ് ശൈല നൽകുന്നത് എന്ന് ഈ ഓഡിയോയിൽ വ്യക്തമാണ്. ഈ ഓഡിയോയുടെ ആധികാരികത എത്രത്തോളമാണ്? ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണല്ലോ. കാരണം പത്തനംതിട്ടയിൽ ഉൾപ്പെടെ തോമസ് ഐസക്കിൻ്റെ പ്രചാരണത്തിന് എത്തണം എന്ന തരത്തിൽ നിർദ്ദേശം നൽകുന്നു. അപ്പോൾ CPIM ഇതിനെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു എന്നാണോ കോൺഗ്രസിന്റെ പരാതി? അഭിലാഷേ, ശബ്ദ സന്ദേശം ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ചെയർപേഴ്സൺ ശൈലയുടെ തന്നെയാണ്. നമ്മൾ നേരിട്ട് അവരുമായി ബന്ധപ്പെട്ട് അത് സ്ഥിരീകരിച്ചു. അപ്പോഴാണ് അവർ ഇത്ര വിശദീകരണം നൽകുന്നത്. തിരഞ്ഞെടുപ്പ് യോഗത്തിനല്ല വിളിച്ചത്, പകരം ഭക്ഷണ വിതരണത്തിന്, യോഗത്തിന്റെ സ്ഥലത്ത് ഭക്ഷണ വിതരണം കുടുംബശ്രീയാണ് നടത്തുന്നത്. അതിനുമാണ് ആളുകളെ ക്ഷണിച്ചത്. മറ്റത് തെറ്റായ വ്യാഖ്യാനമാണ്. ശബ്ദം ഏത് തരത്തിലും ആളുകൾക്ക് ദുർവിനിയോഗം ചെയ്യാലോ എന്നാണ് അവരുടെ ഒരു നിലപാട്. ഏതായാലും അങ്ങനെയല്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരാതി. കോൺഗ്രസ് നേതൃത്വം വളരെ ശക്തമായി തന്നെ ഇത് പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് നടപടി എടുക്കണമെന്ന ആവശ്യവും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ തന്നെ കുടുംബശ്രീ അംഗങ്ങളെ, കുടുംബശ്രീ സംവിധാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി CPM
ദുരുപയോഗം ചെയ്യുന്ന പരാതിയുണ്ട്. പത്തനംതിട്ടയടക്കം സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകിയ സംഭവം ഉണ്ടായി. ഇപ്പോഴും അത്തരം സംവിധാനങ്ങളെ, ഭരണ സംവിധാനങ്ങളെ, അതുമായി ബന്ധപ്പെട്ട കുടുംബശ്രീ പോലുള്ള ഏജൻസികളെ ഭരണപക്ഷം തെരഞ്ഞെടുപ്പിനായി ദുർവിനിയോഗം ചെയ്യുന്നു എന്നതിന് തെളിവായി കൂടി ഇത് കാണണം. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കും. കുടുംബശ്രീയെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് കോൺഗ്രസിന്റെ പരാതി. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ദീർഘകാലത്തേക്ക് കൂടി